ശ്രീമതി റേബ ഡാനിയൽ ഇപ്പോൾ കേൾക്കാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ ഒരു ചിന്ത? ഒരമ്മ വീട്ടിൽ പ്രസവം എന്ന് ആഗ്രഹിച്ചാൽ അത് അങ്ങനെ നടക്കണം എന്ന് താങ്കൾ വാദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ അങ്ങനെ നടക്കണം എന്ന് ഞാൻ വാദിക്കുന്നതല്ല. അതൊരു ചില സാഹചര്യങ്ങളിൽ അതൊരു അമ്മയുടെ ഒരു റൈറ്റ് ആണെന്നാണ് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഉദ്ദേശിച്ചത്. ഇപ്പം ഈ പറയുന്ന ചർച്ചയില് ആ പോയിന്റ് ആണ് ഏറ്റവും മുന്നോട്ട് നിർത്തുന്നതെന്ന് എനിക്ക് തന്നെ പേഴ്സണലി തോന്നുന്ന ഒരു പോയിന്റ് അല്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വുമൺസ് റൈറ്റ്സിന്റെ സൈഡിൽ നിന്ന് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ വേറൊരു തരം കോവേർഷൻ ഇല്ലാതെ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും ഉള്ള സമ്മർദ്ദം, അതിപ്പം മതത്തിന്റെ സമ്മർദ്ദമായിരിക്കാം, അവരുടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു പ്രസവത്തിൽ അവർക്ക് അനുഭവിച്ചിട്ടുള്ള ആ അനുഭവത്തിൽ നിന്നുള്ള ഭയമായിരിക്കാം, അതും ഒരു സമ്മർദ്ദമാണ്. മനസ്സിൽ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഇല്ലാതെ ഒരു സ്ത്രീ സേഫ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഇൻഫോംഡ് ആയിട്ടും ഉണ്ടാക്കുന്ന ചോയ്സിനെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത്. പല സമ്മർദ്ദങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് അതിന്റെ ഇപ്പം നേരത്തെ കാണിച്ച വീഡിയോ പോലും ഇങ്ങനത്തെ ഒരു പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ നിന്ന് അപ്ലോഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഗേൾ സിൻഡ്രോം പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസിൽ പോലും ഇപ്പം ഞാൻ അതിൽ യോജിക്കുന്ന ഒരാളല്ല. മെഡിക്കൽ അസിസ്റ്റൻസോട് കൂടി ആണെങ്കിൽ ആകാമെന്നാണോ? ഡെഫിനറ്റ്ലി ആകാം. നമ്മൾ എവ്രിവെയർ ലോകത്തിലെ പല സ്ഥലങ്ങളിലും അത് നടക്കുന്നുണ്ട്. കൂടുതലും അതാണ് സേഫ് എന്ന് അറിഞ്ഞിട്ടാണ് വർഷങ്ങളായിട്ട് നമ്മളിപ്പോ NHS പോലത്തെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു ഹെൽത്തി മദർ ആണെങ്കിൽ ഒരു മിഡ്വൈഫ് വീട്ടിൽ വന്നിട്ട് അവര് തന്നെ ഒബ്സ്റ്റെട്രിക്കലി ട്രെയിൻഡ് ആയിട്ടുള്ള മിഡ്വൈഫ് അവരുടെ ഹൗസസിൽ വന്നാണ് പ്രസവം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഓവർ ഡെക്കേഡ്സ് ഗ്ലോബലി നമുക്ക് ഓൾറെഡി പ്രൂഫ് ഉണ്ട് ഇത് കുറച്ചും കൂടെ ഒരു ഇവോൾവ്ഡ് ആയിട്ടുള്ള ഒരു മെറ്റേണിറ്റി കെയർ മോഡൽ നമുക്ക് ആകാമെന്നുള്ളത്. നമ്മുടെ കൺട്രിയിൽ ഇതുവരെ അതായിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഹോം എന്ന് പറയുന്നത് സേഫ് ആയിട്ട് നടത്തുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിൽ ബർത്ത് ഹോമിലാകാം, ഹോസ്പിറ്റലിലാകാം. ഇത് ആപ്ലിക്കബിൾ, പക്ഷെ എല്ലാ കേസിനും അല്ല. ഹൈ റിസ്ക് കേസസ് ഒരിക്കലും വീട്ടിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഈ പറഞ്ഞ അസ്മയുടെ കേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാത്ത ഡീറ്റെയിൽസ് ആണ് നമ്മളെ എപ്പോഴും പസിൽ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്നുള്ളത്. അപ്പൊ ഈ എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനകത്ത് പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തുകൊണ്ട് കൂടുതൽ സ്ത്രീകൾ ഇതിന് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യവും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമ്മളിപ്പോ എല്ലാരെയും ഫോഴ്സ് ചെയ്ത് ആശാ വർക്കറെ കൊണ്ട് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരിക്കലും ഒരു ഫുൾ ജനതനെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ഈവൻ സ്ത്രീകളായിട്ട് എടുക്കുവാണെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും ഒരാളെ ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ മാത്രമേ നിങ്ങൾ പ്രസവിക്കാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും നമുക്കത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഈ ആക്ച്വൽ റീസൺസ് നമ്മൾ തെരഞ്ഞിട്ട് അതിന് സൊല്യൂഷൻസ് ഉണ്ടാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള